ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടും. നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് ഇത്. ഇതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിനിയൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞാൻ ഇത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് വേണം നമ്മൾ ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അതിൻ്റെ കട്ടയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇത് ഉടച്ചെടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, മുളക് പൊടിയല്ല. അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്താണ് അത് പുഴുങ്ങിയെടുത്തത്. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും നമ്മളിതിൽ ചേർത്ത് കൊടുക്കരുത്. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഇതൊന്ന് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അഥവാ നമുക്കിത് കുഴയ്ക്കുമ്പം കുറച്ച് മാവിൻ്റെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കോൺഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് നല്ല രീതിയിൽ ഞാനതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കുഴച്ചെടുക്കണം നമ്മൾ. ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം. ഞാൻ പൊടി ചേർത്ത് കോൺഫ്ലവർ തന്നെ ഒന്ന് തേച്ചിട്ടാണ് ഒന്ന് പരത്തി എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു പരത്തുന്നതിൽ കയറി ഒട്ടിപ്പിടിക്കുക. അതൊന്ന് ഒഴിവാക്കാനാണ് നമ്മൾ കോൺഫ്ലവർ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്നത്. അത് പരത്തുമ്പോൾ ഇതൊന്ന് പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ. അത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഒരു എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. ഈ രീതിയിൽ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ കട്ടിയിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ. എന്നിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം മാത്രം വെളിയിലെടുക്കാം. ഇതൊന്ന് 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്ത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ നീളത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നീളം നമുക്ക് കുറയ്ക്കാം. ചെറിയ നീളത്തിൽ കട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഈ രീതിയിലെല്ലാം ഒന്ന് എടുക്കുക. അത് എടുക്കുമ്പോൾ പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് എടുക്കാൻ. ഈ രീതിയിലെടുക്കാം നമുക്ക്. എന്നിട്ട് ഇതൊന്ന് എണ്ണയൊന്ന് ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. അങ്ങനെ എല്ലാം ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ. ആ ചൂടില്ലാത്ത എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും എണ്ണയിലോട്ട് ഇടുമ്പം. അങ്ങനെ ഇല്ലാതിരിക്കാനാണ് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ.
ഇതൊന്ന് തിരിച്ചു ഇട്ട് കൊടുക്കണം, രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണമേ. ഒന്ന് നമ്മൾ തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം. അന്നേരം രണ്ട് സൈഡ് നമുക്ക് അതിൻ്റെ ഒന്ന് ഒരേ രീതിയിൽ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മളിതിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനങ്ങനെ ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്.